എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വഴിയുള്ള സ്പോട്ട് അഡ്മിഷനിലേക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനുള്ള അതായത് ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 16-ാം തീയതി രാത്രി 8 മണിക്ക് അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഓപ്ഷൻ എഡിറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ എഡിറ്റ് ചെയ്യുന്ന കാര്യം പറയുന്ന സമയത്ത് പുതുതായിട്ട് ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് പുതുതായിട്ട് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പുതുതായിട്ട് അപേക്ഷിക്കാനുള്ള സൗകര്യം ഓഗസ്റ്റ് 20 മുതൽ ലഭ്യമായിരിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിലവിൽ ഓൾറെഡി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടാത്തവർ, അഡ്മിഷൻ നേടിയവർ, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ സീറ്റ് വേക്കൻസി കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെയുള്ള ഹയർ ഓപ്ഷനുകൾ ഇതിൽ പരിഗണിക്കുമോ എന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിലവിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളുടേതാണെങ്കിൽ ഹയർ ഓപ്ഷൻ പരിഗണിക്കും. എന്നാൽ നിലവിൽ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർ പുതുതായിട്ട് ഓപ്ഷൻ കൊടുത്ത് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരുടെ എല്ലാവിധ ഓപ്ഷനുകളും പരിഗണിക്കും. എന്നാൽ നിങ്ങൾ സീറ്റ് വേക്കൻസി കൂടി പരിഗണിച്ച് നിങ്ങളുടെ ഓപ്ഷൻസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ admission.uc.ac.in/admission എന്നുള്ള പേജ് ഓപ്പൺ ചെയ്ത് FIVGP എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാം. ഇവിടെ FIVGP 2026-27 സീറ്റ് വേക്കൻസി ക്ലിക്ക് ഹിയർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലിക്ക് ഹിയർ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതും വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കോളേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഗവൺമെൻറ് കോളേജ്, സെൽഫ് ഫിനാൻസ് കോളേജ്, എയ്ഡഡ് കോളേജ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള കോളേജുകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഗവൺമെൻറ് കോളേജാണ് നോക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഗവൺമെൻറ് കോളേജ് വെറുതെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് ഏതൊക്കെയാണ്, അവിടെ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഞാൻ ജസ്റ്റ് വെറുതെ വേക്കൻസി നോക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജ് കോഴ്സുകൾ ഇതേ രീതിയിൽ നിങ്ങൾ ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സുകൾക്ക് വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സിന് വേക്കൻസി ഉണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഏതൊക്കെ കോഴ്സുകൾ വേക്കൻസി ഉണ്ടോ, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾക്ക് വേക്കൻസി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നേരെ വിദ്യാർത്ഥികൾ ഈ ഒരു ഹോം പേജിലേക്ക് വരിക. ഹോം പേജിലേക്ക് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് അതിൽ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ FIVGP എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ FIVGP എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇതേപോലെ, അതായത് ഈ ഒരു FIVGP എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ഓർ സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഓൾറെഡി അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും ഈ ഒരു എഡിറ്റിംഗ് സൗകര്യം ഉണ്ടാവുക. ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് ഓഗസ്റ്റ് 20-ാം തീയതി മുതലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പുതുതായിട്ട് സമർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതായിരിക്കും. പ്രൊഫൈൽ പേജിൽ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, അതായത് എഡിറ്റ് ഓർ അൺലോക്ക് എന്നുള്ള ഒരു ടാബ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ടാബ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും കൊടുത്തുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്കായിരിക്കും പോവുക. അപ്പോൾ പ്രൊഫൈൽ പേജിൽ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കും, അതായത് ഇതേപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അൺലോക്ക് ഓർ എഡിറ്റ് എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സെക്യൂരിറ്റി കീ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ഓപ്ഷനുകളിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റുകൾ വരുത്താവുന്നതും പുതുതായിട്ട് കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതുമാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോളേജ് കോഴ്സുകളും ഓപ്ഷൻ വെക്കുക. കാരണം ഇതിൽ പ്രത്യേകിച്ച് അലോട്ട്മെൻറ്റ് രീതിയിലല്ല അഡ്മിഷൻ, റാങ്ക് ലിസ്റ്റ് വഴിയാണ് അഡ്മിഷൻ ഉള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ ഓപ്ഷൻ വെച്ച ശേഷം അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ടിൻ്റെ അവിടെ ക്ലിക്ക് ഹിയർ ലിങ്ക് ഉണ്ട്. ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതും നിങ്ങൾ പുതുതായി നൽകിയ ഓപ്ഷനുകളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതുമാണ്. പുതുതായിട്ട് വന്നിട്ടുള്ള ഓപ്ഷനുകൾ, പുതുതായിട്ട് നൽകിയ ഓപ്ഷനുകൾ വന്നിട്ടില്ലെങ്കിൽ അൺലോക്ക് ഓർ എഡിറ്റിൻ്റെ അവിടെയുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഓപ്ഷൻ ഒന്നുകൂടി ആഡ് ചെയ്യാവുന്നതും, എന്നിട്ട് വിദ്യാർത്ഥികൾക്ക് വീണ്ടും സേവ് ചെയ്ത് പിന്നീട് ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ടിൻ്റെ അവിടെയുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതും, നിങ്ങൾ വരുത്തിയ പുതുതായിട്ട് നൽകിയ ഓപ്ഷനുകളൊക്കെ അതിൽ വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായി ചെക്ക് ചെയ്യേണ്ടതുമാണ്. ഇനി ഇതിനുശേഷം ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഇത് കറക്റ്റാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് 19-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ
ചെയ്യാം. നിങ്ങളുടെ പ്രൊഫൈൽ പേജിലെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൻ്റെ ആ ഒരു ക്ലിക്ക് ഹിയർ ലിങ്ക് ഉണ്ട്. ആ ഒരു വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ്, അതായത് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതും നിങ്ങൾ ഓപ്ഷൻ വെച്ച ഓരോ കോളേജ് കോഴ്സിലെയും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഇതിൻ്റെ അഡ്മിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സാധാരണത്തിൽ കോളേജ് നിങ്ങളെ വിളിക്കുകയാണ് ചെയ്യാറുള്ളതെങ്കിലും വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സീറ്റ് വേക്കൻസി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ റാങ്ക് നോക്കുക, നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ആ ഒരു കോളേജിൽ വിളിച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വഴിയുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് ഏകദേശം ഓഗസ്റ്റ് 21 തീയതി വരെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് നിർദ്ദേശത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു റാങ്ക് ലിസ്റ്റ് വഴിയുള്ള സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്, അതായത് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി സെപ്റ്റംബർ 4 തീയതി വരെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്മിഷൻ, അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വഴിയുള്ള അഡ്മിഷൻ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 4 വരെയാണ് റാങ്ക് ലിസ്റ്റ് വഴിയുള്ള അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓരോ കോളേജിലും എത്ര വീതം സീറ്റ് ഉണ്ട്, നിങ്ങൾക്ക് എവിടെയാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യത, അത് കൃത്യമായി മനസ്സിലാക്കി കോളേജിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനം പുതുക്കിയ സമക്രമം. 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോളേജ് ഓർ പ്രോഗ്രാം ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം 14/8/2026 മുതൽ 16/8/2026 രാത്രി 8 മണി വരെ ലഭ്യമായിരിക്കും. തുടർന്ന് റാങ്ക് ലിസ്റ്റ് 19/8/2026 വൈകുന്നേരം 5 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി സെപ്റ്റംബർ 4 തീയതി വരെ ആയിരിക്കും. റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവേശനം സെപ്റ്റംബർ 4 പൂർത്തിയാക്കേണ്ടതാണ്. റാങ്ക് ലിസ്റ്റ് വഴിയുള്ള പ്രവേശനത്തിന് ശേഷം സ്പോട്ട് അഡ്മിഷൻ മുഖേന പ്രവേശന നടപടികൾ 11/9/2026 പൂർത്തിയാക്കേണ്ടതാണ്. 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശന നടപടികൾ 11/9/2026 അവസാനിക്കുന്നതാണ്. 20/8/2026 തീയതി മുതൽ ലേറ്റ് രജിസ്ട്രേഷൻ സൗകര്യം വീണ്ടും ലഭ്യമായിരിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് പുതുക്കിയ സമയക്രമം ശ്രദ്ധാപൂർവം പാലിക്കേണ്ടതും സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സ്ഥിരമായി സന്ദർശിച്ച് പ്രവേശനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഏറ്റവും പുതിയ അറിയിപ്പുകൾ പരിശോധിക്കേണ്ടതുമാണ്. ഇനി ലേറ്റ് രജിസ്ട്രേഷൻ 19 ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു 19 രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് അന്നത്തെ ഏകദേശം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രൊഫൈൽ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ടൈമിൽ ഏതൊക്കെ കോളേജ് വേക്കൻസി ഉണ്ടോ, നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അതിനനുസരിച്ച് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.